താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുദിനത്തിൽ സംസ്ഥാന അവാർഡ് ലഭിച്ച നടി രജിഷ വിജയനാണ് നമ്മളോടൊപ്പം. രജിഷ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അഭിനന്ദന പ്രവാഹം എങ്ങനെ അറിഞ്ഞു, എങ്ങനെ കേട്ടു, എങ്ങനെ ആസ്വദിച്ചു? ഒട്ടും ഐഡിയ ഇല്ലായിരുന്നു. അതായത് ഒരു ക്ലൂ പോലും ഇല്ലായിരുന്നു എന്ന് പറയണായിരിക്കും ശരി. കാരണം ജൂറിക്ക് സിനിമ അയച്ചിട്ടുണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ അറിഞ്ഞിട്ടില്ല. സോ ഇത്രയേ ഉള്ളായിരുന്നു. വിനായകൻ ചേട്ടന് അവാർഡ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളായിരുന്നു. അങ്ങനെ ആ സമയത്ത് അന്ന് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ആ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ചാനൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രേഷ ഫൈനൽ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്ത് ലിസ്റ്റ് ആയിട്ടാ? അപ്പോൾ ഒരു രേഷ സ്റ്റേറ്റ് അവാർഡിൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്നെ എന്തോ പറ്റിക്കുകയാണ്, ഈ ഉലുമൽ തരികട എന്തോ പ്രോഗ്രാം എന്ന് വിചാരിച്ചിട്ട് അവരൊരു ഒന്ന് ചാനലിൽ വരാം, ലൈവിലിരിക്കാം. ഞാൻ പറഞ്ഞേട്ടാ ഞാൻ വരില്ല, ഒരു രക്ഷയില്ല, ഞാൻ വരാൻ പോകുന്നില്ല, ശശിയാവ് എന്നെ കൊണ്ട് വയ്യ. അപ്പൊ അവരോട് പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, രേഷ അവിടെ വന്ന് ഇരുന്നാൽ മതി, കിട്ടിയാൽ മാത്രമേ നമ്മൾ ലൈവ് പോവുള്ളൂ എന്ന് അവരെനിക്ക് ഉറപ്പ് വന്നു. ഇപ്പം റെപ്യൂട്ടഡ് ചാനൽ എനിക്ക് ഓൾറെഡി അവരെ അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ പോയി, ഞാൻ ഇരുന്ന് അപ്പം ബാലൻ സർ മിനിസ്റ്റർ അനൗൺസ് ചെയ്ത് തുടങ്ങി. വിനായകൻ ചേട്ടന് പറഞ്ഞപ്പം എല്ലാവരും ചാടി, ഞാനും ചാടി, ഫുൾ കയ്യടി. പക്ഷെ പുള്ളി ശ്വാസം പോലും എടുക്കാണ്ട് അടുത്തതും അനൗൺസ് ചെയ്തു. ലൈക്ക് ഒരു ഗ്യാപ്പ് വിടാണ്ട് പുള്ളി എൻ്റെതും അനൗൺസ് ചെയ്തു. അപ്പോൾ അത് രജിസ്റ്റർ ആവാൻ ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് പോയി. അപ്പോൾ അച്ഛനും അമ്മ അനിയത്തിയും ഞാനും ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുന്നു, ഉത്സാഹവും അതും ഇതൊക്കെ. ഞാനും അച്ഛനും അമ്മയും അഞ്ചും ഇങ്ങനെ ചിരിക്കണോ കരയണോ എന്ത് ചെയ്യണം എന്ന് പറയാണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഉള്ളിൽ തന്നെയായിരുന്നു അന്ന്. കാരണം നമ്മൾ അതാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ക്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. എന്താ ഞാൻ അറിയുന്ന പോലും ഇല്ല കരിക്കും വെള്ളം ലിസ്റ്റിലുണ്ടോന്നോ ഞാനുണ്ടെന്നോ. ഇവരെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. കിട്ടിയപ്പം അവിശ്വസനീയമായൊരു നേട്ടം. പിന്നെ അതിനുശേഷം മറ്റേ കോളും, എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിലേക്കാണ് പോയത്, അവിടെ ചാനൽസ്. അപ്പം അതൊന്ന് ഇരുന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. സാധാരണ അവാർഡുകൾ പോലെ അല്ലല്ലോ സംസ്ഥാന അവാർഡ്, അതൊരു കൊമേഴ്ഷ്യൽ അവാർഡ് അല്ലല്ലോ. ചരിത്രത്തിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്കറിയാം, അതും ആദ്യത്തെ സിനിമയിൽ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ചത്. അപ്പം അത് ഒരിക്കലും അവാർഡിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു റെക്കഗ്നീഷന് വേണ്ടിയിട്ടോ ഒന്നും അഭിനയിച്ചല്ലേ ചേച്ചി. എനിക്കെന്ന് പറഞ്ഞാൽ എന്നാലും എലി നമുക്ക് മറക്കാൻ പറ്റില്ല. എലി ഒരിക്കലും ഒരു സാധാരണ ഒരു പാറ്റേണിൽ ഒരു അവാർഡ് കിട്ടുന്ന ഒരു കഥാപാത്രമല്ല. സാധാരണ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ഇമോഷണൽ സീക്വൻസസിൽ പോകുന്ന അഭിനയത്തിനാണ് സാധാരണ അവാർഡ്സ് കൊടുക്കാറ്. അതുകൊണ്ടും കൂടിയായിരിക്കും ഞാൻ ഒരിക്കലും പിന്നെ ഇമോഷണൽ സെൻസിറ്റീവ് ഗേൾ അല്ലേ, എല്ലാ രീതിയിലുള്ള ഇമോഷൻസും. എൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, റഹ്മാനും നവീൻ ചേട്ടൻ, അതായത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എൻ്റെ അടുത്ത് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പം അവർ പറഞ്ഞ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സിന് ഇമോഷൻ മാറുന്ന കുട്ടിയാണ് എലി എന്നതാണ്. അതായത് ഇപ്പൊ ദേഷ്യമാണെങ്കിൽ അടുത്ത മൊമെന്റിൽ അവർക്ക് സങ്കടം വരും. കോറാണ്. അതെ, മനസ്സിൽ വളരെയധികം പ്രണയം സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷെ അതൊന്നും ആരും കാണിക്കുന്നില്ല എന്ന് മാത്രം. നമ്മളെല്ലാവരും ശാലീന കുലീനമായ കുട്ടികൾ, യുനോ അച്ഛനമ്മ പറഞ്ഞ ആ ഒരു റേഞ്ച് മാത്രമാണല്ലോ കാണിക്കുന്നത്. ഇന്നിപ്പോ സമൂഹത്തിൽ ശാലീനതയും കുലീനതയും കാൽനഖം കൊണ്ട് വരച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജനറേഷൻ മാറുമ്പോൾ നമ്മൾ മാറുന്നു. പക്ഷെ ഉള്ളിൽ പ്രണയം എന്നും ഉണ്ട് എല്ലാവരുടെയും. തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുന്നത് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അത്രയും എന്താ പറയണ്ടേ, പവിത്രമായ ഒരു സംഭവമാണ്. അത് ഓരോരുത്തർ ഓരോരോ പ്രായത്തിൽ അനുഭവിക്കുന്നു, ഓരോരോ തളങ്ങൾ പറയുന്ന. തീർച്ചയായിട്ടും കവികൾ നമുക്ക് മുമ്പേ പാടി. പിന്നെ പ്രണയമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. ഏത് കലയുടെയും, എസ്പെഷ്യലി സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും എഴുത്താണെങ്കിലും കവിതയാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാന തലം എന്ന് പറയുന്നത് പ്രണയം എന്ന വികാരമാണ് ജീവിതത്തിൽ പോലും. അതെ അതെ, യെസ്. ഒരു സ്റ്റാർ സ്റ്റഡഡ് മൂവിയായിരുന്നു. കാര്യം യു ആർ എ വെരി ഡെബ്യൂ ആർട്ടിസ്റ്റ്. പക്ഷേ അത് അബ്രവാളിയിൽ തിളങ്ങുന്നത് ബിജു മേനോനും ആശാ ശരത്തും ആസിഫ് അലിയൊക്കെയാണ്. എത്രത്തോളം കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു? ആദ്യം എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് പാർട്ട്ലി ബിക്കോസ് ചെറുപ്പം മുതലേ അമ്മ എല്ലാ സ്റ്റേജ് ഷോയിലും വിട്ടിട്ട് ഡാൻസ് അല്ലേ, ഡാൻസും പാട്ടും മാത്രമല്ലായിരുന്നു. ഞാൻ ബേസിക്കലി സ്പീച്ച് ആണെങ്കിലും എലക്യൂഷൻ ആണെങ്കിലും ഡിബേറ്റ് ആണെങ്കിലും എല്ലാത്തിലും എല്ലാ കാറ്റഗറിയിലും വരുന്ന ഒരു കുട്ടി. അപ്പം എന്തോ അതുകൊണ്ടായിരിക്കും ഒരിക്കലും ജീവിതത്തിൽ ഞാൻ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം അനുഭവിച്ചിട്ടില്ല.
അപ്പം എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾക്കുമാകാൻ കോടീശ്വരനിൽ ഞാൻ പോയപ്പോൾ മാത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ടെൻഷൻ അനുഭവിച്ചത്. അവിടെ സ്പോട്ടിൽ ക്വസ്റ്റ്യൻ ആൻസർ പറയണമല്ലോ, ആൾക്കാർ ട്രോൾ ചെയ്യല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രം. അതർവൈസ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ടെൻഷൻ അനുഭവിച്ചില്ല. അത് മാത്രമല്ല ആലിയ ഭട്ടാണ് നമുക്കൊരു ഫോബിയ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കി തന്നത്. കാരണം എന്താണെന്നറിയോ, ആർക്കും ആ ഒരു ടെൻഷനിൽ മിസ്റ്റേക്ക് വരാം, പക്ഷെ ആ മിസ്റ്റേക്ക് കാത്ത് കുറേ പേര് അവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ അല്ലാണ്ട് പിന്നെ എസ്പെഷ്യലി ആങ്കറിങ് ചെയ്തതുകൊണ്ട് തന്നെ ഈ സൂപ്പർ സ്റ്റാർസ് വരുമ്പോഴും ഓൾറെഡി എസ്റ്റാബ്ലിഷ് സ്റ്റാർസ് വരുമ്പോഴും എനിക്ക് ടെൻഷൻ അടിക്കാനുള്ളൊരു സംഭവം തോന്നി. കാരണം ഓൾറെഡി നമ്മൾ കണ്ടുവെച്ചുള്ള ആൾക്കാരാണല്ലോ. സോ ആ ഒരു വികാരം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റാർ സ്റ്റേഡഡ് മൂവി ആണെങ്കിലും ഒരുപാട് പേരുടെ തുടക്കമായിരുന്നു. അത് ഡയറക്ടർ, സംവിധായകൻ ഡെബ്യൂ ആണ്, സിനിമാറ്റോഗ്രാഫർ ഡെബ്യൂ ആണ്, എഡിറ്റർ ഡെബ്യൂ ആണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ആൻഡ് ആക്ടേഴ്സിലും സോണിയുടെ ക്യാരക്ടർ പോർട്രേ ചെയ്ത നാജി, ചിന്നു, അലീന, അങ്ങനെ ഒരുപാട് പേരുടെ ഡെബ്യൂ ആയിട്ടുള്ള ഒരുപാട് പേരും ഉള്ള ഒരു മൂവി കൂടി എന്ന് പറഞ്ഞപ്പോഴാണ് സംവിധായകൻ എന്ന് പറഞ്ഞ ഡെബ്യൂ എന്ന് മാത്രം പറഞ്ഞ പോലെ അറ്റ് ഹിസ് യങ്ങർ സ്റ്റേജ് ആണല്ലേ, 25-26 മൂവി വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഷൈജു ഖാലിദിന്റെ യങ്ങസ്റ്റ് ബ്രദർ ആണ്. പുള്ളിക്കാരനെ ഇനി അസിസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ആരും ബാക്കിയില്ല. അൻവർ റഷീദ്, രാജീവ് രവി, അനിൽ രാധാകൃഷ്ണ മേനോൻ, ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തിട്ടാണ് റഹ്മാൻ ഇവിടെ വരെ എത്തിയത്, സിദ്ധാർത്ഥ് ഭരതനെ വരെ. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അസിസ്റ്റും അസോസിയേറ്റും ചെയ്യുമ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ആ ഒരു ഏജിന് വേണ്ടി നമ്മൾ ചോരത്തിളപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ടൈമാണല്ലോ ഈ ഒരു ഏജ്. ആ ടൈമിൽ പോലും സെറ്റിൽ ഇങ്ങനെ ഇപ്പോൾ ആകാശിടിഞ്ഞു വീണ സിറ്റുവേഷൻ ആണെങ്കിൽ, എല്ലാവരും പാനിക് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പുള്ളി ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഇപ്പം നമ്മൾ ന്യൂബീസായി വന്നവരെ ഇട്ടോളൂ, ഈ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ 3 സ്റ്റാർസിൻ്റെ പേരും പറഞ്ഞു. 3 പേരും ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് എന്തോന്ന് വ്യത്യസ്തമായിട്ട് അവർ അനുരാഗരിക്കും വേള ചെയ്തിട്ടുണ്ട്. ആശ ചേച്ചിയുടെ പെർഫോമൻസ് എടുത്ത് നോക്കിയൊക്കെ മനസ്സിലാവും, ബിജു ചേട്ടൻ, ആസി, 3 പേരുടെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ഗ്രാഫിലൊരു വേരിയേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ കഥാപാത്രത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഐഡിയ ഡയറക്ടർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ ഭയങ്കര രസത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ നമ്മളടുത്ത് ഓരോ സീനിന് മുമ്പ് വന്നിട്ട് പുള്ളി പറയുന്ന സംഭവമാണ്. അതെനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല രാജീവ് രവി സാറിൻ്റെ അടുത്തും കിട്ടിയാണ്. കാരണം ഞാൻ മണികണ്ഠൻ ചേട്ടനോട് സംസാരിച്ചപ്പം ചേട്ടനും പറഞ്ഞു രാജീവ് രവി സാർ വന്നിട്ട് ഒരു 30 സെക്കൻഡൊക്കെ പുള്ളി വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകത്തുള്ളൂ. അതായത് റഹ്മാനും അങ്ങനെയാണ്, നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ മിനിറ്റുകളോളം ഇരുന്നിട്ടൊന്നും പോകുന്നില്ല. വന്ന് നിനക്കറിയാലോ ദേ ഇങ്ങനെയാണ്, നീ ഇതാലോചിച്ചോ അതാലോചിച്ചോ പൊക്കോ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമ്മളെ ഉള്ളിൽ അത് കയറും. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, രക്ഷ ഒരു സീൻ ചെയ്യുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പ് എന്ത് സംഭവിച്ചു, ഗോ വിത്ത് ദ ഗ്രാഫ്, എന്നിട്ട് എന്ത് സംഭവിക്കാൻ പോകണം അതും മനസ്സിലായി നമ്മൾ ആ ക്യാരക്ടറിനെ ബേസിക്കലി നമുക്ക് ആവാഹിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ്. ആൻഡ് ഇഫ് യു ഡു ദാറ്റ് നമുക്ക് ബിഹേവിയറൽ ആക്ടിങ് വരും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇപ്പം സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സട്ടിൽ തിയേറ്ററിക്കൽ അല്ല, ബിഹേവിയറൽ ആണ്. പക്ഷെ അത് ജോണർ മാറുമ്പോൾ മാറും കേട്ടോ. ഇപ്പൊ നമ്മളൊരു എന്റർടൈനിങ് കൊമേഴ്ഷ്യൽ മൂവി എടുക്കുമ്പോൾ പുലിമുരുകം പോലുള്ള സിനിമയിൽ പോയി ബിഹേവിയറൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ വർക്ക്ഔട്ട് ആവില്ല. അപ്പം അതാണ് സിനിമയുടെ ജോണറിനോട്. ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹീറോയിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഓവർ ഫോൺ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വരുന്ന ആ ഡിസ്കഷൻ അതെങ്ങനെ ഉണ്ടായിരുന്നു? What did you feel? The thing was ki Khalid Rahman, Jimshi Khalid, ഈ സെറ്റ് ഓഫ് ഗ്രൂപ്പിനെ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ഓഫ് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് ഇവരെൻ്റെ ഷോസ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരിട്ടും എന്നെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം സോൾലി റഹ്മാൻ്റെയും നവീൻ ഭാസ്കറിൻ്റെയും ഡിസിഷനാണ്. ബേസിക്കലി റഹ്മാൻ നവീൻ ചേട്ടനോട് പറഞ്ഞു, അവരുടെ 2 പേരുടെയും ഡിസിഷനായിരുന്നു ടു കാസ്റ്റ് മീ. ഷാജി നടേശൻ ചേട്ടനോട് ഞാൻ പിന്നീട് സംസാരിച്ചപ്പോൾ, അത് ഓഗസ്റ്റ് സിനിമയുടെ നമ്മൾ പ്രൊഡ്യൂസറിനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവർ ഭയങ്കര കോൺഫിഡൻറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് നീ ഇതിനെ പോർട്രേ ചെയ്യാൻ. ഇപ്പം എന്നോട് സംസാരിക്കുമ്പോൾ പുള്ളി പറയാം, അന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഒരു പുതിയൊരു കുട്ടി വന്നിട്ട് ഈ ക്യാരക്ടർ എങ്ങനെ ചെയ്യും. കാരണം ഈ ക്യാരക്ടർ ഫലിച്ചില്ലെങ്കിൽ പടം ഫ്ലോപ്പാണ്. കാരണം നമുക്കത് ബിജു മേനോൻ്റെ ആസിഫ് അലിയുടെയും സിനിമയാണെങ്കിലും കഥ ചലിക്കുന്നത് എലിയിലൂടെയാണ്. കാരണം എലി അനുരാധയാവുന്നുണ്ട്. സോ അത് അവിടെ വർക്കൗട്ട് ആയില്ലെങ്കിൽ സിനിമയുടെ ആ സംഭവം ആൾക്കാരിലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അവർക്ക് ബേസിക്കലി അധികം ആർക്കും എൻ്റെ മേൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. These 2 people had lot of confidence in me. എനിക്ക് പോലും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആദ്യം ഞാൻ നോ പറയാൻ പോയ സിനിമയാണ്. കാരണം ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഒരുപാട് നമ്പർ ഓഫ് സീൻസ് വളരെ കുറവാണ്. പക്ഷെ എലിയെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പരാമർശിപ്പിക്കുന്നതുകൊണ്ടാണ്. നമ്പർ ഓഫ് സീൻസ് വളരെ കുറച്ച് എലി ഉള്ളെങ്കിലും പ്രേക്ഷകൻ എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരിക്കലും അല്ല, നിറഞ്ഞു നിൽക്കുകയാണ്.
കാരണം മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, കഥാപാത്രത്തിലൂടെ കഥ ചലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എലി എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഫീല് വരുന്നത്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിവറ്റൽ ആയിട്ടുള്ള റോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് മഹാഭാഗ്യമാണ്. പക്ഷെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ട് എൻ്റെ ഉള്ളിൽ ശരിക്കും ഉണ്ടായിരുന്നു. അത് അവരെനിക്ക് തന്ന കോൺഫിഡൻസ് ആണ്. അത് ഞാൻ പറയുന്നത് ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ, സെറ്റിലുള്ള എല്ലാവരും പ്ലസ് ദ കോ സ്റ്റാർസ്. ഈ കോ സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ ആസിഫ് അലിയും ആശിഷത്തും വിജയേട്ടനും ഒക്കെ വന്നിട്ട് ഒരു ഇവള് കൊച്ചല്ലേ ഇപ്പം വന്നിട്ടല്ലേ ഉള്ളൂ, അവർക്കത് ഈസിലി ചെയ്യാം. കാരണം പുതിയൊരാളാണ്, കൊച്ചണി ഇവക്ക് എന്താ അറിയാന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പതറിപ്പോയനെ. എൻ്റെ അടുത്ത് വന്നിട്ട് അവരൊരു ആർട്ടിസ്റ്റിന് ഡിമാൻഡ് ചെയ്യുന്ന റെസ്പെക്റ്റ് എന്താണ്, അതായത് ഒരു ഓൾറെഡി ഉള്ള ഒരാൾ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ബിജു മേനൻ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമയെക്കുറിച്ചാണ് ആധികാരികമായി. പുള്ളി എനിക്ക് ഉണ്ണിയാറിൻ്റെ ബുക്ക് തരുന്നു, ലീലയെക്കുറിച്ച് ലീല ഷൂട്ട് തുടങ്ങാൻ പോകുന്ന സമയം ലീലയെക്കുറിച്ച് സംസാരിക്കുന്നു, സുധീർ കരമൻ ചേട്ടനുണ്ട്. ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് എന്നെയും കൂടെ കൂട്ടിയിട്ടാണ് സിനിമയെക്കുറിച്ചിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ആസിഫ് ആണെങ്കിലും ക്യാരക്ടറിലേക്ക് പോകേണ്ട സമയത്താണെങ്കിലും അതുവരെ കോമഡി ആയിരിക്കും. കാരണം ഇമാജിൻ ചെയ്യണം, ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ, ആസിഫ് അലി ഇവരാണ് കൂട്ടുകെട്ട്, പ്ലസ് എല്ലാവരും പുതിയ ന്യൂ ആൾക്കാരാണ്. അപ്പം നമ്മൾ ഫുൾ കോളേജ് ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്തു നിന്നായിരിക്കും സൗബിനെ പോടാ പട്ടി എന്ന് വിളിക്കേണ്ട സീക്വൻസ് വരുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ ആകുമ്പം അവർ പറയും ഓക്കെ രേഷ നീ നിൻ്റെ സോണിലേക്ക് പൊക്കോളൂ. അപ്പം അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന് തരുന്നൊരു റെസ്പെക്റ്റ് ആണ്. ആശ ചേച്ചി ആണെങ്കിൽ ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ അടുത്ത്. പിന്നെ എല്ലാവരും വന്നിട്ട് പറയും മോളെ നല്ലോണം ചെയ്യുന്നുണ്ട്, ബോറാണ് കോൺഫിഡൻസ്. എക്സാക്ട്ലി. അപ്പം അത് ഞാൻ പറഞ്ഞത് മൊത്തത്തിലൊരു ടീം വർക്കിന്റെ ഗുണമാണ് അനുരാഗ്. അവാർഡ് ഏത് കാറ്റഗറിയിൽ കിട്ടിയാലും ഞാൻ ഇന്നും പറയും അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരുടെയും ഹാർഡ് വർക്ക് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു എൻവയോൺമെൻറ്റുമാണ് അവിടെ വരെ എത്തിക്കുന്നത്. സിനിമ നല്ലതല്ലെങ്കിൽ ഒരിക്കലും നമ്മളാരും കൺസിഡർ ചെയ്യാൻ പോലും പോകുന്നില്ല. സോ എനിവേ അന്നത്തെ എലി ഇന്ന് പുലിയായി. അങ്ങനെയൊന്നും വിചാരിക്കുന്നൊന്നുമില്ല ചേച്ചി. പക്ഷേ എനിക്ക് ഭയങ്കര എന്നാലും അംഗീകാരങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷം തരും. അതോടൊപ്പം നമുക്കൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, സംതൃപ്തി, ഒരുപാട് തലങ്ങളുണ്ട്. അത് ലഭിക്കുമ്പോഴേ അറിയുള്ളൂ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു രേഷ അവാർഡ് കിട്ടി, ഒരു ഭാരമല്ലേ, ഉത്തരവാദിത്വമല്ലേ, അങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു വന്ന് കയറിയിട്ടുള്ളൂ, പേടിപ്പിച്ച് ഓടിക്കരുത് പ്ലീസ്. അതായത് ചേച്ചി നമ്മൾ ഒരിക്കലും ഒരു അവാർഡ് പ്രതീക്ഷിച്ചായിരിക്കില്ല ആദ്യത്തെ സിനിമ. എനിക്ക് നന്നായി വരണേന്ന് പ്രതീക്ഷിച്ചു. അയ്യോ എൻ്റെ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണം, നല്ലൊരു തുടക്കം, പ്ലസ് ഇത് കണ്ടിട്ട് ഇനി നല്ല റോൾസ്, അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ മേജർ പ്രാർത്ഥന സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് വെച്ചാൽ ഭഗവാനെ കൂവല്ലേ, ആൾക്കാർ കൂവല്ലേ. കാരണം ഞാൻ കൂവൽ എക്സ്പെക്ട് ചെയ്തൊരു 6-5 സീനെങ്കിലും മിനിമം പടത്തിലുണ്ട്. വയറുവേദന എന്ന് പറയുന്ന സീൻ, കള്ള് കുടിക്കുന്ന സീൻ, സൗബിനെ തെറി വിളിക്കുന്ന സീൻ, കരയുന്ന സീൻ, ഇങ്ങനെ എണ്ണിപ്പറകി ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കൂവ് എന്നിട്ട് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ഷോ പദ്മയിൽ പോയിട്ട് ഞാനിങ്ങനെ ഇരിക്കും, ആൾക്കാർ ഇപ്പോൾ കൂവും. പക്ഷെ അന്ന് നമ്മളെ ക്രൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മളെ ആൾക്കാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ആരും കൂവായിട്ട് അടുത്ത ടിക്കറ്റ് അപ്പം തന്നെ കയറി ഞാൻ PVR പോയിട്ട് ഞാൻ സിനിമ കണ്ടു. ഞാൻ വെച്ചാൽ അവിടെയും കൂവുന്നില്ല. പിന്നെ ഞാൻ വെച്ചാൽ മറ്റേ ഹൈഫൈ ക്രൗഡ്, അങ്ങനത്തെ ക്രൗഡാണല്ലോ. ഓക്കെ, അപ്പോൾ ഫോൺ എടുത്ത് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നു, കോഴിക്കോടേക്ക് വിളിക്കുന്നു, തൃശ്ശൂരേക്ക് കൂവുന്നുണ്ടോ, അവരെല്ലാവരും ഇല്ല പക്ഷെ ആരും കൂവുന്നില്ല, എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് എൻ്റെ വിഷൻ റോങ് ആണ്, ഡയറക്ടറിന്റെ വിഷനാണ് കറക്റ്റ്. കാരണം ഈ സിനിമ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് പറയുന്നത് അതുപോലെ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡൗട്ട് ചോദിക്കും. ആ ചെറുപ്പം സ്കൂളിൽ മുതലേ ഉള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തേ ഉള്ളതും. അപ്പം ഞാൻ ഡയറക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്ത് പോയി ഞാൻ ചോദിക്കും ഇതെങ്ങനെ ഇത് ശരിയാവണേ, എങ്ങനെ ഒരാൾക്ക് ഇത്ര വെറുപ്പിക്കലാകാൻ സാധിക്കും. കാരണം പുള്ളിക്കാരി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് എന്തത്. പിന്നെ ചില സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. വൈ വുഡ് ഷീ ബി ഡൂയിങ് ഇറ്റ് എന്നുള്ളൊരു സംഭവം. അപ്പം അവർ പറഞ്ഞു നീ ഇങ്ങനെയാണ് എന്നുള്ളതല്ല, ഇങ്ങനത്തെ പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളത് നീ മനസ്സിലാക്കണം എന്നുള്ളത്. സോ ദേ വെർ വെരി സ്ട്രോങ് ആൻഡ് അവരെനിക്ക് പറഞ്ഞിരുന്നു ഞാൻ ക്ലിയർ ആവും. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഡയറക്ടർ വിഷൻ എത്രമാത്രം കറക്റ്റ് ആണെന്നുള്ളത്. കാരണം അങ്ങനെയാണ് ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്തത്. അപ്പം നമ്മളൊന്നും ഒന്നുമല്ല, അവർ പറയുന്നതാണ് ശരി എന്നുള്ളതാണ്. അതായത് അത്ര വെറുപ്പിക്കലായിട്ട് പോലും ആൾക്കാർക്ക് എലിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതൊരു ഡയറക്ടറിന്റെ വിജയമാണ്, അതൊരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ വിജയമാണ്. നേരത്തെ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ സ്കൂളിലാണെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കും, എല്ലാത്തിലും ഇടപെടുന്ന ഒരു കുട്ടിയായിരുന്നു.
സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സ്കൂള് 7 സ്കൂള് പഠിച്ചിട്ടുണ്ട്. ഇടുക്കി, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും. എന്നെ ഇങ്ങനെ പുറത്താക്കിയതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അച്ഛൻ ആർമിയിലായതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ പോയത്. അപ്പം ഭാഷ പണ്ട് ചെറുപ്പത്തിൽ പഞ്ചാബിയും ബംഗാളിയും വരെ ഞാൻ നല്ലോണം സംസാരിക്കുന്നു. ഇപ്പൊ കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാൻ അറിയില്ല. ഹിന്ദി ഈസ് വെരി ഫ്ലുവൻറ്റ്. പിന്നെ മലയാളം വീട്ടിൽ ഞാൻ സ്കൂളിൽ മലയാളം അധികം പഠിച്ചിട്ടില്ല. ഒരു വർഷം കണ്ട് നാട്ടിൽ വന്നപ്പോഴേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ചെറുപ്പം മുതലേ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര നിർബന്ധമായിരുന്നു വീട്ടിൽ മലയാളം സംസാരിക്കാൻ പാടുള്ളൂ. അമ്മ വീട്ടിലിരുന്ന് പഠിപ്പിച്ചിട്ടാണ് എനിക്ക് ഇപ്പോഴും മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നത്. ക്യാമ്പസ് ലൈഫ് ഡൽഹിയിലായിരുന്നു കോളേജ്. ജേർണലിസം ആൻഡ് മാസ് കോം ആണ് പഠിച്ചത് ആമിറ്റിന്ന്. അപ്പം ആമിറ്റി ഭയങ്കര ഹൈഫൈ കോളേജായിരുന്നു. ഞാൻ പഠിച്ചത് ഭയങ്കര ഗവൺമെൻറ് സ്കൂൾസിലാണ്. കാരണം KV ആണ്, കേന്ദ്രീയ വിദ്യാലയ സ്കൂളാണ്, സെൻട്രൽ ഗവൺമെൻറ്. അതിൽ നിന്നും ആമിറ്റിയിലെത്തിയപ്പോൾ ഭയങ്കര ഹൈഫൈ. ഓക്കെ, അവിടെയാണ് പറയുന്നത് എത്രത്തോളം അടിച്ചു പൊളിച്ചു, അതോ ഭയങ്കര ഞാൻ അതേ കുട്ടി കണ്ടിന്യൂ ചെയ്യായിരുന്നു? ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരുന്നു. അതെ, ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരുന്നു. സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്. കാരണം ആമിറ്റി ഭയങ്കര ഹെവി നേട്ടങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് കോളേജ് ലൈഫാണ് അറിയേണ്ടത്. അല്ല, അത് എന്തുകൊണ്ടാണ് ഞാൻ പറയും, ഞാനിങ്ങനെ സ്കോളർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ റാങ്ക് കിട്ടാൻ വേണ്ടി പഠിച്ചൊരു കുട്ടിയല്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് 12th പാസ്സാവുന്നത്. അപ്പം എല്ലാവരും എഞ്ചിനീയറിങ്ങിനും MBBS പോകുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചു എൻ്റെ അടുത്ത്, മോളെ എന്താ ചെയ്യേണ്ട? അച്ഛനുള്ളിലൊരു ആഗ്രഹമുണ്ട് ഡോക്ടറൊക്കെ ആയാൽ കൊള്ളാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് താല്പര്യമില്ല. അപ്പം എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, പുള്ളി പറഞ്ഞു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അപ്പം ഞാൻ പോയി അതൊക്കെ സീക്രറ്റ്ലി ഒക്കെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ എനിക്ക് ജേർണലിസം ആൻഡ് മാസ് കോം പഠിക്കണം. അവരതൊരു എന്നോടൊന്നും ക്വസ്റ്റ്യൻ പോലും ചെയ്തില്ല, ഒരു ഡൗട്ട് പോലും അടിച്ചില്ല. ആണോ മോളെ അതാണ് പഠിക്കേണ്ടത്, ഓക്കെ റെഡി. ഞാൻ ആമിറ്റിയിലാണ് അതിപ്പോൾ ഉള്ളത്. കാരണം ആ സമയത്തൊക്കെ കോളേജസ് കുറവാണ്. അപ്പോൾ ഞാൻ ആമിറ്റിയില്ല, ഹ്യൂമങ്കസ് ഫീസാണ്, നമുക്ക് ഭയങ്കര ഫീസാണ് അവിടെ പഠിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ആ ശരി പഠിക്കാം. അത്രയും സപ്പോർട്ടീവായിട്ട് പേരൻസ് നമ്മളെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമ്മളുടെ ഉള്ളിലുള്ള ഒരു വികാരമാണ് പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചതും സ്കോളർഷിപ്പ് മേടിച്ചതും അങ്ങനെ ഫീസ് കുറഞ്ഞതും പിന്നെ റാങ്ക് മേടിച്ചത്. അല്ലാണ്ട് മറ്റേ റാങ്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടിയായിട്ടല്ല. അച്ഛനും അമ്മയോട് എക്സ്പെക്ടേഷൻ മീറ്റപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കൊരു ക്യാമ്പസ് ലൈഫ് ഉണ്ടായില്ലേ, ലൈഫിൽ എപ്പോഴും റിട്രീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും കോളേജ് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ഒരു കേരള കലാലയം അല്ല ആമിറ്റി എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്സും സമരവും പിന്നെ എന്താ പറയുക റാഗിങ്ങും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അഫ്കോഴ്സ് എല്ലാ കോളേജിനെ പോലെ ഫണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ബങ്കൊക്കെ ചെയ്തിട്ടുണ്ട്. അഫ്കോഴ്സ് സിനിമ കാണാൻ പോയിട്ടുണ്ട്. വിമൻസ് ഡേക്കൊക്കെ ഡൽഹിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേഡീസിന് ഫ്രീ ആണ് സിനിമ, ഫ്രീയാ. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പണി എന്ന് പറഞ്ഞാൽ ആ സിനിമ ആണ്, അപ്പുറത്തെ സിനിമ ആണ്, ഇപ്പുറത്തെ സിനിമ ആണ്, അത് കൊണ്ടുവരണേ. അങ്ങനെ പിന്നെ എനിക്ക് പഠിക്കുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ തന്നെ 16 സബ്ജക്ട് വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജേർണലിസ്റ്റ് ആണെങ്കിലും അഡ്വർടൈസിങ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ. അപ്പം വളരെയധികം എൻജോയ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അത് അത്ര എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു പഠിക്കുന്നതിൽ. കാരണം അത്ര ഇഷ്ടപ്പെട്ട കോഴ്സ് ആയതുകൊണ്ടാണ്. ഇവിടെ എന്താണ് ഒരു പാട്? ഇതെന്റെ മറുകാണ്. സാധാരണ സിനിമയിൽ ഇത് കൺസീൽ ചെയ്ത് മാറ്റും. കാരണം എല്ലാ കഥാപാത്രത്തിനും ഇവിടെ ഒരു മറുക നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കൂടുതൽ പേരും പറയും ഗിരീഷ, എൻ്റെ അടുത്ത് ഈ ലുലു മോളിൽ ഒരു ദിവസം ഞാൻ കറങ്ങാൻ വന്നപ്പം ഒരു ആൻറ്റി കിട്ടോ, ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഒരു ആൻറ്റി, എനിക്ക് അറിയ പോലും ഇല്ല. ആൻറ്റി വന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ മോളെ പുള്ളിക്കാരി ശരിക്കും തുടങ്ങിയതാണ്, മുഖത്ത് കരിയായിട്ടുണ്ട്. ഞാൻ തയ്യ തുടങ്ങിയില്ല, എൻ്റെ മാർക്കാണ്. സോ എൻ്റെ ബർത്ത് മാർക്കാണ്. അപ്പം അതവിടെ കിടന്നോട്ടെ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ലുലു മോളിൽ പോയിട്ട് ഒരു തവണ ഒരു അമ്മൂമ്മ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റേ ഒരു കടയുടെ പുറത്ത്. അപ്പം ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുടി വലിഞ്ഞ്. അപ്പം ഞാൻ ഇങ്ങനെ ആയിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പം ഒരു അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 70 സംതിങ് വയസ്സുള്ള ഒരു അമ്മൂമ്മ വന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ എന്നിട്ട് തൊട്ടപ്പുറത്ത് പോയി. പുള്ളിക്കാരി തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഏയ് വിഗല്ല എന്നാ. അയ്യോ മോളെ സോറിന്നോ എന്തോന്നോ ഒന്നുമില്ല, വെളിച്ചങ്ങ് വിഗല്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരി കൂളായിട്ടൊക്കെ നടന്നു. ഞാനിങ്ങനെ പിന്നെ പാവം മോളെ മുടി ഞാൻ വലിച്ചു വിഗല്ലാതെ കൂളായി നടന്നു പോണു. അമ്മൂമ്മമാരുടെ കാര്യം പറയുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലോട്ട് ഉത്സവമാണ് ഓർമ്മ വരുന്നത്. ഏത് ആഘോഷവും അമ്മൂമ്മമാരുണ്ടെങ്കിൽ അത് വേറൊരു തിലകക്കുകയാണല്ലേ. ഇന്ന് വിഷു ആണ്. വിഷു മെമ്മറീസ്
വിഷു മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓണവും വിഷുവും ഒക്കെ കൂടുതലും ഞാൻ ആഘോഷിച്ചിട്ടുള്ള നോർത്തിലാണ്. ഈ നമുക്ക് ഞാൻ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്കിപ്പോൾ റെഡിമെയ്ഡാണ്. ഇപ്പം കടയിൽ പോയാലേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ ഒരു കൊട്ട കാണാം, അതിൽ വിഷുവിന് കണി വെക്കാനുള്ള എല്ലാ സാധനവും അതങ്ങ് ഉണ്ടെങ്കിൽ വെച്ചാൽ കണി റെഡി. മറ്റേ ഇൻസ്റ്റന്റ് വിഷു കണിയൊക്കെയാ. പക്ഷെ പുറംനാട്ടിലാവുമ്പം ഒരു കൊന്നപ്പൂ സംഘടിപ്പിക്കാനുള്ള പാട്, ഒരു വെള്ളരി കണിവെള്ളരി ഇല്ലേ അത്, പിന്നെ പക്ഷെ അതൊക്കെ സംഘടിപ്പിക്കാൻ പോകുന്നത് ഒരു ഓർമ്മ. പിന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഓണത്തിന്റെ സമയമാണെങ്കിലും വിഷുവിന്റെ സമയം തേങ്ങ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ വിശ്വസിക്കില്ല. നോർത്തിൽ നമുക്ക് തേങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ എത്ര രൂപ ഉണ്ടാവും? ഏകദേശം ഒരു കിലോയ്ക്ക് 35. ഒരു തേങ്ങയ്ക്ക് എത്ര രൂപ? ഇപ്പൊ ഇവിടെ കിലോ കണക്കാട്ടോ. ഒരു തേങ്ങയ്ക്ക് 35, ഒരു തേങ്ങയ്ക്ക് 20 രൂപ. ഒരു തേങ്ങയ്ക്ക് 20 രൂപയല്ലേ? ഇതൊരു ഒരു 5-6 വർഷം മുമ്പ് വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ ഒരു തേങ്ങയ്ക്ക് 50 രൂപയൊക്കെയാണ്. ഒരു തേങ്ങയ്ക്ക് ഒരു സദ്യ ഒരുക്കണമെങ്കിൽ 4 തേങ്ങ വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എന്നാ പോലും ഓടി ചാടി വാഴയുടെ ഇലയൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ അച്ഛൻ എവിടേക്കൊക്കെ പോയിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് വരാന്ന് പറയും. പക്ഷെ എന്നിട്ട് നമ്മളത് വെക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? കാരണം നാട്ടിനെ വെച്ച് ഓർമ്മ. അതിപ്പം പ്രവാസി മലയാളികളാണെങ്കിലും അല്ല, ഇന്ന് ഓണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദുബായിലാണ് ഓണം എന്ന് പറയും. കാരണം പ്രവാസി മലയാളി ആ ഓണം തനിമ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നാട്ടിലില്ലാത്തപ്പോൾ തന്നെയാണ് ഫെസ്റ്റിവൽ, നമ്മളെ സ്വന്തം ഫെസ്റ്റിവൽസിന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലായി. കാരണം ഞാൻ ഇവിടെ വന്ന് ഞാനും മാറി എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ റോട്ടിൽ മൊത്തം കൊന്നെങ്കിലും പൂത്ത് നിൽക്കുമ്പോൾ എന്ത് കൊന്നയ്ക്കൊന്നും ഒരു വിലയില്ല. നമ്മൾ കൊന്ന കിട്ടാണ്ടിരിക്കുമ്പോഴാണ് കണിക്ക് കൊന്ന. പക്ഷേ മനുഷ്യൻ മാറി, പ്രകൃതി മാറുന്നു, മഴയില്ല, കൊന്നേ മാറി. കാര്യം ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിയുമ്പോൾ പിന്നെ കൊന്ന പൂവ് ഒന്നുമില്ല, പിന്നെ ഇല മാത്രമേ ഉള്ളൂ. കൊന്ന വിചാരിക്കുന്നുണ്ടാവും ഞാൻ മാത്രം മാറാതിരിക്കുന്ന എന്താന്ന്. കൊന്നേ വരെ നമ്മൾ കൊന്നു എന്നുള്ളതാണ്. സോ ഞാൻ തമാശ പറയില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം. വിഷുദാസം സംസാരിക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം കൊന്നയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മള് പിന്നെ എല്ലാ ഫെസ്റ്റിവലും കഴിയുമ്പോൾ വിഷു എന്ന് പറയുമ്പോൾ ഏറ്റവും രസം കൈനീട്ടാണ്. കുട്ടിക്കാലത്ത് കിട്ടുന്ന പോക്കറ്റ് മണി ഒരു കൊല്ലത്തേക്കുള്ള അധികം കിട്ടിയിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ശരി, എനിക്കത് സാധനം അധികം കിട്ടിയിട്ടില്ല. അടുത്ത ഒരു വർഷം ഈ കൈനീട്ടം കൊണ്ടാണ് നമ്മൾ പിന്നെ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ ജനിച്ച കുട്ടികളാണ് ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് പറയും. കാരണം നോട്ട് നിരോധനം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നവരാ. കാരണം നമുക്ക് പോയാൽ മാക്സിമം 1000 രൂപയുടെ നോട്ടേ കിട്ടണേ. ഇപ്പൊ എന്താ 2000 രൂപയുടെ നോട്ടോ ഒറ്റയടിക്ക് വിഷു കൈനീട്ടം കൊണ്ട് കിട്ടണേ. സോ ഇപ്പൊ ജനിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പേരൻസും ഒക്കെ, പക്ഷെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ കൊടുക്കുന്നത് വെള്ളി നാണയങ്ങളും ഒക്കെയാണ് പണ്ടത്തെ കാലത്തൊക്കെ. കൈനീട്ടം കിട്ടുന്നത് പല നാട്ടിൻപുറങ്ങളിലും വിഷുവിനോടനുബന്ധിച്ച് പൂരം, കാവ്, വേല. വിഷു എന്ന് പറയുന്നതുണ്ടല്ലോ ഒരു ആഘോഷമാണ്. പിന്നെ കേരളത്തിന്റെ തമിഴ്നാട് ഈ തിരുവനന്തപുരം സൈഡിലാണ് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത്. കോഴിക്കോട്, പാലക്കാട് സൈഡിൽ വിഷുവിനാണ്. വിഷു ശരിക്കും ആഘോഷമാണ്. പടക്കം ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമ്പിത്തിരി, പൂത്തിരി, ലാത്തിരി, എല്ലാ തിരിയും എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരുടെയും കൈനീട്ടും. ഇന്നത്തെ പോലെ ഒരു ന്യൂക്ലിയർ ഫാമിലി ഒന്നും അല്ലല്ലോ. പണ്ടൊക്കെ ജോയിന്റ് ഫാമിലിയല്ലേ. വിഷു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണല്ലേ. അതുപോലെ തന്നെ സദ്യ, അതാണ് കാത്തിരിക്കുന്ന സാധനം. വിഷമിട്ട് വയ്യ. ബേസിക്കലി വിഷു, ഓണം, എന്ത് ഫെസ്റ്റിവലും, ഇപ്പം ഈദാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഞാൻ ഈ ഫെസ്റ്റിവലൊക്കെ നോക്കി കാണുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാണോ ഹാർഡ് കോർ ഫുഡിയാണ്. എനിക്ക് ഭക്ഷണം കാണുന്നില്ലല്ലോ, ഒന്ന് പറഞ്ഞു തരൂ അതിൻ്റെ. ഇല്ല ചേച്ചിനെ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. മലബാറുകാരോട് ഫുഡി ആണോ എന്ന് ചോദിക്കുന്നത് ക്രൈമാണ്. നമ്മൾ ജനിച്ച് വീഴുന്ന തന്നെ ഭക്ഷണം കഴിക്കാനും കഴിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. സോ ഹാർഡ് കോർ ഫുഡിയാണ്. എന്തും ട്രൈ ഔട്ട് ചെയ്യാൻ, പുതിയ ടേസ്റ്റുകൾ എന്തും ട്രൈ ഔട്ട് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. എന്ത് ചോദിച്ചാലും ഞാൻ അത് കഴിച്ചിട്ടുണ്ടാവും. ചോദിച്ചോക്കെ ആണോ എന്നാ കുക്ക് ചെയ്യുന്നതിനെങ്ങനെ നമ്മൾ കഴിച്ചാൽ മാത്രം പറ്റില്ല, കുക്ക് ചെയ്യുന്നതിൽ അമ്മ അസലായിട്ട് കുക്ക്. മകളുടെ കുക്കിങ്ങിനെ കുറിച്ചാണ്. മകളുടെ കുക്കിങ്ങിലേക്ക് അങ്ങോട്ട് കേറിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ മാഗി അസലായിട്ട് ഉണ്ടാക്കും. ബാൻ ചെയ്ത സമയത്ത് പൊട്ടിക്കരഞ്ഞത് രജിയുടെ പിന്നെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ അമ്മ അവിടെ കൈകൊട്ടിയത്. നിനക്കത് തന്നെ വേണം. നിങ്ങളോട് ഞാൻ ഏത് കാലം പറയുന്നത് മാഗി കഴിക്കരുത്, മാഗി കഴിക്കരുത്. ഒരു കൂട്ടക്കരച്ചിൽ ആ വീട്ടിൽ നിന്നായിരുന്നു. സത്യം. ഞാൻ മാഗിയിലല്ല, മാഗിയിൽ ചിക്കൻ ഇട്ട് ചിക്കൻ മാഗി, മുട്ടയിട്ട് മുട്ട മാഗി, മറ്റേ മാഗി വെച്ചിട്ടായിരുന്നു എക്സ്പെരിമെന്റേഷൻ ഒക്കെ. പക്ഷെ ഇപ്പൊ ആദ്യം വന്നല്ലോ. പിന്നെ എന്ത് സന്തോഷല്ലേ. ഞാൻ ബേക്ക് ചെയ്യും. ഞാൻ കേക്ക്, കുക്കീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചിക്കൻ കറിയൊക്കെ വെക്കാനറിയാം. പക്ഷെ ഈ ആവശ്യ സാധനമല്ലേ, നമ്മളൊരു സ്ഥലത്ത് കുടുങ്ങിയ ചോറ് അറിയില്ല, ചപ്പാത്തി അറിയില്ല, ഈ സാമ്പാർ, അവിയലില് ഒന്നും അറിയില്ല, ചായ ഉണ്ടാക്കാറിയാം. ഇടുക്കി കുക്കിംഗ് ഒരു പ്രശ്നമാണ്.